നമസ്തേ. പാകിസ്ഥാൻ തകർച്ചയുടെ വക്കിലാണോ? ഒരു വശത്ത് പാക് അധിനിവേശ കശ്മീരിൽ ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങുന്നു. മറുവശത്ത് ബലൂചിസ്ഥാനിൽ മൃതദേഹങ്ങളുമായി പ്രതിഷേധം കനക്കുന്നു. ഇതിനിടെ പാകിസ്ഥാന്റെ തന്നെ മുൻകാല ശക്തനായ നേതാവ് അൽതാഫ് ഹുസൈൻ ഷഹബാസ് ഷെരീഫിനെയും സൈനിക മേധാവി അസീം മുനീറിനെയും തുറന്നടിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പാകിസ്ഥാനിലെ വിവിധ മേഖലകളിൽ ഭരണകൂടത്തിനെതിരെ ഇത്ര വലിയ പ്രതിഷേധം ഉയരുന്നത്? അൽതാഫ് ഹുസൈന്റെ ഈ വെളിപ്പെടുത്തലുകൾ പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ എന്തു പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത്? നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കാം. ഷഹബാസ് ഷെരീഫിന്റെയും സൈനിക മേധാവി അസീം മുനീറിന്റെയും സർക്കാരിനെതിരെ ഗുരുതരമായ ചോദ്യങ്ങൾ ഉന്നയിച്ച് പാകിസ്ഥാൻ നേതാവ് അൽതാഫ് ഹുസൈൻ രംഗത്തു വന്നിരിക്കുകയാണ്. കശ്മീരിലെ ജനങ്ങൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുകയാണ്. ബലൂചിസ്ഥാനിൽ ആളുകൾ മൃതദേഹങ്ങളുമായി കുത്തിയിരിപ്പ് സമരം നടത്തുകയാണ്. ഖൈബർ പഖ്തൂൺഖയിലെ സ്ഥിതി എല്ലാവർക്കും ദൃശ്യമാണ്. ഇന്ത്യ ആണവ അന്തർവാഹിനികൾ വിന്യസിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഗുരുതരമായ പ്രശ്നങ്ങളുമായി മല്ലിടുകയാണ്. പക്ഷേ ഭരണാധികാരികൾ വിദേശകാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നു. ഭരണാധികാരികളുടെ ഈ മനോഭാവം ശരിയാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പാക് അധിനിവേശ കശ്മീരിൽ പ്രതിഷേധങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് അൽതാഫ് ഹുസൈന്റെ ഈ പ്രസ്താവന. കഴിഞ്ഞ ദിവസം പാക് അധിനിവേശ കശ്മീരിലെ റാവലക്കോട്ടിൽ നടന്ന പ്രതിഷേധത്തിൽ 1,00,000-ലധികം പേർ പങ്കെടുത്തു. പാക് അധിനിവേശത്തിനെതിരെ പാക് അധിനിവേശ കശ്മീർ നേതാക്കൾ ആക്രമണം അഴിച്ചുവിട്ടു. പാക് അധിനിവേശ കശ്മീർ പാകിസ്ഥാന്റെ അടിമയായി തുടരില്ല എന്നും അവർ പ്രഖ്യാപിച്ചു. പാകിസ്ഥാൻ സർക്കാരിനെ ലക്ഷ്യം വയ്ക്കുന്ന അൽതാഫ് ഹുസൈൻ ആരാണ്? പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ വളരെ ജനപ്രിയനും സ്വാധീന ശക്തിയുമുള്ള വിവാദ നേതാവാണ് അൽതാഫ് ഹുസൈൻ. വിഭജനത്തിനു ശേഷം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറിയ കറാച്ചിയിലും സിന്ധിലും താമസിക്കുന്ന ഉറുദു സംസാരിക്കുന്ന മുസ്ലിങ്ങളായ മുഹാജിറുകളുടെ താൽപര്യങ്ങളെ പ്രധാനമായും പ്രതിനിധീകരിക്കുന്ന മുത്തഹിദ ഖാമി പ്രസ്ഥാനത്തിന്റെ MQM സ്ഥാപകനാണ് അദ്ദേഹം. കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകളായി ലണ്ടനിൽ പ്രവാസ ജീവിതം നയിച്ച അദ്ദേഹം അവിടെ നിന്നാണ് തന്റെ രാഷ്ട്രീയ ജീവിതം നയിച്ചത്. പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ ഒരു കാലത്ത് ഗണ്യമായ സ്വാധീനം ചെലുത്തിയിരുന്ന അദ്ദേഹം പിന്നീട് രാജ്യദ്രോഹിയായി മുദ്രകുത്തപ്പെട്ടു. പാകിസ്ഥാൻ സൈന്യത്തെ നിശിതമായി വിമർശിച്ച് അൽതാഫ് ഹുസൈൻ കശ്മീരിലെ ജനങ്ങൾ അവരുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അൽതാഫ് ഹുസൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടുവരാം. औज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम। पाकिस्तान में रहने वाले तमाम पाकिस्तानियों और जो पाकिस्तानी पाकिस्तान से बाहर दुनिया के किसी भी खित्ते में मुकीम हैं, आबाद हैं, वहां रह रहे हैं, उन सब की खिदमत में अस्सलामु अलैकुम, आदाब आदाबर्स। मेरे प्यारे पाकिस्तानियों, आज 15 जुलाई 2026 की तारीख है। बुध का दिन है। आपको मालूम है कि आज कश्मीर में कश्मीर एक्शन कमेटी और कश्मीरी अवाम, माओ बहनों, बुजुर्गों की जानिब से अपने मुतालबात के हक में एहतजाज किया जा रहा है। दूसरी तरफ बलूचिस्तान की सूरत हाल वो भी आपके सामने है। कुछ दिनों पहले खुजदार में जो मुकाबला हुआ था, जिसमें बहुत सारे सिपाही जो है वो शहीद हुए थे, जो फरियाद करते रहे कि हमारे पास एम्यूनिशन खत्म हो गया है, हमें दिया जाए। उनके लवाहिकीन आज तक एहतजाज कर रहे हैं। आज तक कुछ मैयतें अभी तक दफनाई नहीं गई हैं। पूरे बलूचिस्तान की सूरत हाल सबके सामने है। KPK की सूरत हाल और अवाम की सूरत हाल सबके सामने है। मोअज़्ज़िज़ व मोहतरम ख़वातीन व हज़रात, दूसरी तरफ इंडिया ने आप दोज़े भेज दी हैं। एटॉमिक वॉर्स फेयर जो होते हैं, एटॉमिक हथियार जो होते हैं, वो लगाकर 4 या 8 कुछ ऐसे ही इत्तलात है
वो पाकिस्तान की तरफ उनका रुख कर दिया है। मुआशी सूरत हाल सबके सामने है, महंगाई की सूरत हाल वो भी सबके सामने है, लेकिन हमारे वजीर आजम, वजीर दाखिला, पाकिस्तान के वजीर आजम, वजीर दाखिला और पाकिस्तान के फील्ड मार्शल ईरान, इजराइल, अमेरिका, ईरान, सऊदी अरब, ईरान, यानी बाहर के मसाइल में लगे हुए हैं। घर में जो आग लगी हुई है उसकी कोई फिक्र नहीं है। मुल्क किस तरफ जा रहा है और हमारे हुक्मरान, हमारे ताकत के जो महवर हैं उनका रुख किधर है? कहीं कोई पाकिस्तान में मौजूद ही नहीं है। मुअज़्ज़िज़ ख़वातीन व हज़रात, आप गौर कीजिए, क्या हमारे हुक्मरानों का ये अमल सही है? क्या कश्मीर के अवाम के साथ जो हो रहा है वो सही है? जी नहीं। कश्मीरी अवाम ने पाकिस्तान के लिए जो कुर्बानियां दी हैं, आज उन कुर्बानियों का हमें सिला अगर हम उन्हें नहीं देते तो कम से कम उन पर मजालिम भी ना करें। बहुत बहुत शुक्रिया। इनायत, इजाजत चाहता हूं। खुदा हाफिज। ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് ബലൂചിസ്ഥാനിൽ അമ്മമാർ ഇപ്പോഴും കുട്ടികളുടെ മൃതദേഹങ്ങൾക്കൊപ്പം ഇരിക്കുന്നു. അവരെ സംസ്കരിച്ചിട്ടില്ല. ഖൈബർ പഖ്തൂൺഖയിലെ സ്ഥിതി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്ത്യ ആണവായുധങ്ങൾ വിന്യസിക്കുകയും പാകിസ്ഥാനിലേക്ക് അന്തർവാഹിനികൾ അയക്കുകയും ചെയ്തു. പണപ്പെരുപ്പ സ്ഥിതി എല്ലാവർക്കും വ്യക്തമാണ്. എന്നിട്ടും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഫീൽഡ് മാർഷൽ അസീം മുനീറും ഇറാൻ, അമേരിക്കൻ ഇറാൻ, സൗദി അറേബ്യ, ഇറാൻ എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, കൂടാതെ ഈ ആളുകൾക്ക് പാകിസ്ഥാനെ കുറിച്ച് ഒരു ആശങ്കയുമില്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു. പാകിസ്ഥാൻ നേരിടുന്ന സാഹചര്യത്തെക്കുറിച്ച് അവർക്ക് ഒരാശങ്കയുമില്ല. കശ്മീരികളോട് ചെയ്യുന്നത് ശരിയാണോ എന്ന് അദ്ദേഹം വീഡിയോയിൽ ചോദിച്ചു. പാക് അധിനിവേശ കശ്മീരിലെ പ്രതിഷേധങ്ങളും ബലൂചിസ്ഥാനിലെയും ഖൈബർ പഖ്തൂൺഖയിലെയും അസ്വസ്ഥതകളും അൽതാഫ് ഹുസൈന്റെ വിമർശനങ്ങളും ചേർന്ന് പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുകയാണ്. രാജ്യത്തിനകത്ത് ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാകുമ്പോൾ ഭരണകൂടം അതിനെ എങ്ങനെ നേരിടുമെന്നതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പാകിസ്ഥാനിൽ ജനരോഷം കൂടുതൽ ശക്തമാകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. ഇത്തരം അന്താരാഷ്ട്ര രാഷ്ട്രീയ വിശകലനങ്ങളും പ്രധാന വാർത്തകളും ആദ്യം ലഭിക്കാൻ നമ്മുടെ ചാനൽ തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.